അരുൺ മറുപടി പറയാം. യെസ്, ഇവിടെ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തവും കൃത്യവുമാണ്. ഈ ഇ ഡിയുടെ ഇന്ത്യയിലെ കൺവിക്ഷൻ റേറ്റ് 0.54 അതായത് 100 കേസ് അവർ പരിഗണിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്റെ ട്രയൽ പൂർത്തീകരിച്ച് ശിക്ഷിക്കുന്ന റേറ്റ് ആണ് 0.54. അതായത് 100 കേസിൽ ഒരു കേസുമില്ല. ഇ ഡിയുടെ കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് 0 ആണ്. ഏതെങ്കിലും ഒരു കേസ് ഇ ഡി കേരളത്തിൽ ട്രയൽ നടത്തി ശിക്ഷിച്ചത് ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി അഭിഭാഷകനും ഈ ജോർജ് പടിപ്പാറ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ N ശ്രീകുമാർ അവർകൾക്കോ ഒന്ന് പറയാമോ? ഇ ഡി കേരളത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒന്ന് ശിക്ഷിച്ച ഏതെങ്കിലും ഒരു കേസ്? കൊടകര നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ കള്ളപ്പണം അങ്ങ് വന്നു, അന്വേഷിച്ചു, അങ്ങനെ പറഞ്ഞു. ഇത്രയല്ല, ഇ ഡി തുടങ്ങിയത് കുറെ നാളല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഇടപെടല്ലേ, നിങ്ങൾ കുറെ സമയത്തിട്ടല്ലേ വരുന്നത്. ഞാൻ പറഞ്ഞ 0 ആണെന്ന് പറഞ്ഞാൽ 0. ഒരൊറ്റ കേസിൽ റിസൾട്ട് ഇല്ല. പിന്നെ ഈ ഇങ്ങോട്ട് ചോദിച്ചല്ലോ, കരിവണ്ണൂർ കേസ് രക്ഷിക്കാനാണോ അതോ അട്ടിമറിക്കാനാണോ എന്ന്. അതായത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇ ഡി വരുന്നത്. ഇ ഡി വന്ന് മുഴുവൻ രേഖകളും കണക്റ്റഡ് ഡോക്യുമെന്റ്സ് യൂസ്ഡ് ബൈ ഇ ഡി, എന്നിട്ട് ശേഷം ഇ ഡി ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിവെച്ചു. അതായത് എല്ലാ ഇൻവെസ്റ്റിഗേഷനും അവിടെ നിന്നു. എന്നിട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തി 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ എടുത്തു വെച്ച ഡോക്യുമെന്റ് തിരിച്ചു കിട്ടിയത്. ഇപ്പോഴതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ ഇ ഡി മാപ്പുസാക്ഷിയാക്കി. ഏത്? CBI ആണെങ്കിൽ ഡമ്മി ടു ഡമ്മി ആണ് ഇൻവെസ്റ്റിഗേഷൻ. ഇ ഡിക്ക് മാപ്പുസാക്ഷിയാക്കലാണ് തൊഴില്. ഏറ്റവും കുംഭകോണം നടത്തിയ ഏറ്റവും പ്രൈം അക്യൂസിനെ മാപ്പുസാക്ഷിയാക്കിയിട്ട് കുറ്റപത്രം. അതുകൊണ്ട് രക്ഷിക്കാനാണോ അട്ടിമറിക്കാനാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ 27 ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പൊ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ സാഹചര്യമാണ് ഇവിടെ. ഞാൻ പറയുന്നു, കേരളത്തിന്റെ പോലീസ് കൃത്യമായി പ്രതികളെ പിടിക്കും. പ്രതികളിപ്പം മംഗലാപുരമല്ല, എവിടെ പോയി ഒളിച്ചാലും കേരളത്തിന്റെ പോലീസിന്റെ ഒരു അന്വേഷണ ത്വരയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടല്ലോ. ഇവിടെ 1-2 കേസുകൾ പറഞ്ഞല്ലോ. ഇപ്പൊ വാളയാർ കേസിലെ ആ അമ്മ പറയുകയാണ്, കേരള പോലീസ് ആയിരുന്നു മെച്ചം എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എത്ര വർഷം ആ കേസ് വെച്ചിട്ട് ഈ CPM-നെ ആക്രമിച്ചു, മുഖ്യമന്ത്രിയെ ആക്രമിച്ചു, മുഖ്യമന്ത്രി അപവാദ പ്രചരണങ്ങളും ഒരു ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളും ആക്ഷേപങ്ങളും ഉന്നയിച്ചു. എന്നിട്ട് എന്തിയെ ഇപ്പൊ കണ്ടില്ലേ ആരൊക്കെ പ്രതിയായി, എന്തൊക്കെയായി? അത് ഈ സബ്ജക്ട് മാറ്റർ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് പോലീസിന്റെ വഴിക്ക് പോകും, നിയമത്തിന്റെ വഴിക്ക് പോകും. നിങ്ങൾ എത്ര ലക്ഷം കൊടുത്താലും ഈ കേസ് സെറ്റിലാവില്ല. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആ കുടുംബത്തെ ശരിക്കും പാസിഫൈ ചെയ്തേക്കാം. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് ആണ് ഒരു കേസിന്റെ കംപ്ലൈനന്റ്, ക്രിമിനൽ കേസിന്റെ കംപ്ലൈനന്റ്. വന്നിരിക്കുന്ന തെളിവുകൾ വസ്തുതാപരമാണ്. ഇന്നലെ വന്ന കത്ത് ഈ കേരളത്തിന്റെ സഹകരണ മേഖലയിൽ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിച്ചാണ് ഓരോ നിയമനവും കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്നത് എന്നതിന്റെ തെളിവാണ്. അത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകും. ഞാൻ ഒന്ന് സൂചിപ്പിച്ചത്, കേരളത്തിന്റെ ഗവൺമെന്റിനെ ആക്രമിക്കാനും അരുൺ, അതിലൊരു ഒത്തുകളിയുണ്ട് എന്ന ആരോപണമുണ്ട്. അതെ സ്മൃതി, ഒന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിമിനൽ അല്ല ആരോപണം ഉന്നയിച്ചോട്ടെ, ഞാൻ പറയാം. ഒരു ക്രിമിനൽ കേസിൽ ഒരു ജാമ്യാപേക്ഷ വന്നാൽ ആ ജാമ്യാപേക്ഷ പിറ്റേ ദിവസം സെഷൻസ് കോടതിയിലായാലും മജിസ്ട്രേറ്റ് കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും അഡ്മിഷനാണ് വരുന്നത്. അന്ന് വാദമില്ല. അതിനുശേഷം പ്രോസിക്യൂഷന് നോട്ടീസ് കൊടുത്ത് പ്രോസിക്യൂട്ടർ കേസ് ഡയറി വിളിപ്പിച്ച് ഇൻസ്ട്രക്ഷൻ ഫയൽ ചെയ്തിട്ട് പിന്നെയാണ് വാദം എല്ലാ കേസിനും. ഇപ്പൊ ശ്രീ കൃഷ്ണദാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് അറിയാം. ഇത് ഇന്നലെ തലേ ദിവസം ഫയൽ ചെയ്ത ബെയിൽ അഡ്മിഷനാണ് വന്നത്. പ്രോസിക്യൂഷന് നോട്ടീസ് കൊടുക്കുന്ന അപ്പോഴാണ്. ഇനി കേസ് ഡയറിയും റിപ്പോർട്ടും എല്ലാം പറഞ്ഞ് വാദം കേൾക്കാനാണ് ഈ ചൊവ്വാഴ്ചത്തേക്ക് വച്ചിരിക്കുന്നത്. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ വന്നു ഹൈക്കോടതിയിൽ. എന്തിയെ വാദം കേൾക്കാത്ത? അവരെ പറഞ്ഞു നോട്ട് ടു അറസ്റ്റ് പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കോടതി എന്നാ പറഞ്ഞ്, ഇൻസ്ട്രക്ഷൻ വരട്ടെ, CD വരട്ടെ, അടുത്ത ആഴ്ച, എന്താണ് ധൃതി എന്ന് ചോദിക്കുന്നു. അതെല്ലാം നിയമപരമായി നടക്കേണ്ട പ്രക്രിയയാണ് ക്രിമിനൽ കോടതിയിൽ നടക്കുന്നത്. അല്ലാതെ പ്രോസിക്യൂട്ടർ വാദിക്കേണ്ട ദിവസം അടുത്ത് വരുന്നതേ ഉള്ളൂ. ഓൺലി ഗിവൺ നോട്ടീസ് ടു ദ പ്രോസിക്യൂട്ടർ ആണ് ഇന്നലെ. ആ നോട്ടീസ് കിട്ടി കേസ് ഡയറി വരണ്ടേ? അപ്പോ നിയമത്തിന്റെ വഴിക്ക് പോകും, അന്വേഷണം ശക്തമായിട്ട് പോകും. അറസ്റ്റും റിമാൻഡുമാണെങ്കിലും റിമാൻഡിലാണെങ്കിലും ജാമ്യാപേക്ഷയുടെ വാദം നടക്കുന്നത് അഡ്മിഷൻ കഴിഞ്ഞ് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി ആ വാദത്തിന് വേണ്ടി ഒരു ഡേറ്റ് പോസ്റ്റ് ചെയ്യും. ഹൈക്കോടതിയിലാണെങ്കിൽ സ്വാഭാവികമായും ഒരു 10-ാം ദിവസമാണ് മുൻകൂർ ജാമ്യത്തിന്റെ വാദം കേൾക്കുക. അറസ്റ്റ് ചെയ്യപ്പെട്ട കേസാണെങ്കിൽ ഒരു 7-8-ാം ദിവസമാണ് വാദം കേൾക്കുക. പിറ്റേ ദിവസം ഫയൽ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ അഡ്മിഷൻ വരും. തിങ്കളും വെള്ളിയുമാണെങ്കിൽ ടുഡേ മൂവിംഗ് പെറ്റീഷനിലൂടെ ഉച്ചയ്ക്ക് വരും. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, അത് ഉച്ചയ്ക്ക് വന്നു. ഉച്ചയ്ക്ക് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ പോകുന്നത് മറ്റൊരു ദിവസത്തേക്കാണ്, വാദം കേൾക്കുക മറ്റൊരു ദിവസത്തേക്കാണ്. അത് ഈ രംഗവുമായിട്ട് നിലനിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ഈ വലിയ തരത്തിൽ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കുന്നു നിയമനങ്ങൾക്ക്. അത് ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും.
ഇതിൽ ആത്മഹത്യാ പ്രേരണയ്ക്കും കൊലപാതക പ്രേരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിപട്ടികയിലുള്ളവർക്കെതിരെ ശക്തമായിട്ട് അന്വേഷണം നടക്കും. മറ്റു പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കും. നിർണായക നിമിഷങ്ങളിൽ BJP-യുമായിട്ട് കൂട്ടുകൂടി മറ്റു വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടി ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കോൺഗ്രസിന്റെ ആ പ്രവൃത്തിയാണ് അവരുടെ നേതാവ് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതെല്ലാം പൊതുസമൂഹത്തിൽ ആരെല്ലാം ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും, ഞാൻ കത്ത് പൊട്ടിച്ചില്ല വായിച്ചില്ലെന്ന് പറഞ്ഞാലും ക്ലാരിറ്റി കുറവുണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ? ആ കുടുംബത്തെ ആക്രമിക്കുകയല്ലേ ചെയ്തേ? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ആരൊക്കെ ഇത് തള്ളിക്കളയാൻ നോക്കിയാലും, പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നോക്കിയാലും അത് സജീവമായിട്ടുള്ള ചർച്ചയായി മാറും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.